അമേരിക്കയുമായുള്ള പതിറ്റാണ്ടുകൾ നീണ്ട രാഷ്ട്രീയ സാമ്പത്തിക പോരാട്ടം പുതിയൊരു നയതന്ത്ര യുദ്ധമുഖത്തേക്ക് എത്തിച്ചുകൊണ്ട് റഷ്യൻ സഖ്യകക്ഷിയായ ക്യൂബ ഐക്യരാഷ്ട്രസഭയിൽ നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. തങ്ങൾക്കെതിരെ അമേരിക്ക ഏർപ്പെടുത്തിയിട്ടുള്ള പതിറ്റാണ്ടുകൾ പഴക്കമുള്ള കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളെ അന്താരാഷ്ട്ര സമൂഹത്തിന് മുൻപിൽ പരസ്യമായി ചോദ്യം ചെയ്യുന്നതിനായി ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ അടിയന്തര പ്രത്യേക സമ്മേളനം വിളിച്ചു ചേർക്കാൻ ക്യൂബ ഔദ്യോഗികമായി ആവശ്യപ്പെട്ടു. വാഷിംഗ്ടണിനെതിരെ തങ്ങൾ നടത്തുന്ന നയതന്ത്ര പ്രചാരണങ്ങളുടെ ഏറ്റവും ശക്തമായ ഘട്ടമായാണ് ഹവാന ഈ നീക്കത്തെ കാണുന്നത്. ക്യൂബൻ തലസ്ഥാനമായ ഹവാനയിൽ വിളിച്ചു ചേർത്ത അടിയന്തര വാർത്താ സമ്മേളനത്തിൽ വിദേശകാര്യമന്ത്രി ബ്രൂണോ റോഡ്രിഗസ് ആണ് ലോകരാഷ്ട്രങ്ങളെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനം നടത്തിയത്. ജൂലൈ 7-ന് UN പൊതുസഭയുടെ അജണ്ട ഇനം 38 കീഴിൽ ഈ പ്രത്യേക സമ്മേളനം നടക്കുമെന്നും ഇതിനായുള്ള ക്രമീകരണങ്ങൾ പൂർത്തിയായതായും അദ്ദേഹം വ്യക്തമാക്കി. തങ്ങളുടെ കരീബിയൻ ദ്വീപ് രാഷ്ട്രീയത്തിന് നേരെ അമേരിക്ക നടത്തുന്ന ഏകപക്ഷീയമായ കടന്നാക്രമണങ്ങളെയും ഉപരോധങ്ങളെയും ലോകത്തിന് മുൻപിൽ തുറന്നു കാട്ടാൻ ക്യൂബ ഈ സമ്മേളനത്തെ പൂർണ്ണമായി ഉപയോഗിക്കും. അമേരിക്കൻ ഭരണകൂടം തങ്ങൾക്കെതിരെ ഇപ്പോൾ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് വെറുമൊരു സാമ്പത്തിക ഉപരോധമല്ല, മറിച്ച് ക്രൂരമായ ഒരു ഊർജ ഉപരോധമാണെന്ന് ബ്രൂണോ റോഡ്രിഗസ് കടുത്ത ഭാഷയിൽ കുറ്റപ്പെടുത്തി. ക്യൂബയിലെ സാധാരണക്കാരായ ജനങ്ങളെ ഒന്നടങ്കം പട്ടിണിക്കിട്ടിട്ടും ദുരിതത്തിലാഴ്ത്തിയും നശിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഒരു കൂട്ടായ ശിക്ഷാ നടപടിയാണ് വാഷിംഗ്ടൺ സ്വീകരിക്കുന്നത്. ഇത് ക്യൂബയിലെ നിലവിലെ സാമ്പത്തിക പ്രതിസന്ധിയെയും ജനജീവിതത്തെയും അഭൂതപൂർവമായ രീതിയിൽ തകിടം മറിക്കാൻ കാരണമായതായും അദ്ദേഹം ആരോപിച്ചു. അമേരിക്കൻ ഭരണകൂടത്തിന്റെ നയങ്ങൾ ക്യൂബയുടെ പരമാധികാരത്തിന് മേലുള്ള നഗ്നമായ ലംഘനമാണെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. സാമ്പത്തിക ഉപരോധങ്ങൾക്ക് പുറമെ ക്യൂബയ്ക്ക് നേരെ നേരിട്ടുള്ള സൈനിക അധിനിവേശത്തിന് പോലും വാഷിംഗ്ടൺ പദ്ധതിയിടുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നുണ്ടെന്ന അതീവ ഗുരുതരമായ ആരോപണവും ഹവാന ഉയർത്തിയിട്ടുണ്ട്. തങ്ങളുടെ ആഭ്യന്തര കാര്യങ്ങളിൽ നിരന്തരം ഇടപെടാൻ ശ്രമിക്കുന്ന അമേരിക്കൻ നിലപാടുകളെ ചെറുക്കാൻ ഏതു പരിധിവരെ പോകാനും ക്യൂബൻ ജനത തയ്യാറാണെന്ന മുന്നറിയിപ്പാണ് ഇതിലൂടെ നൽകുന്നത്. ഐക്യരാഷ്ട്രസഭയിൽ വെച്ച് നടക്കാനിരിക്കുന്ന ഈ നിർണായകമായ വിചാരണയെയും സംവാദത്തെയും എങ്ങനെയെങ്കിലും തടസ്സപ്പെടുത്താൻ അമേരിക്കയ്ക്ക് പിന്നിൽ വലിയ ശ്രമങ്ങൾ നടത്തുന്നുണ്ടെന്ന് ക്യൂബ ആരോപിക്കുന്നു. ലോകരാഷ്ട്രങ്ങളെ ഭീഷണിപ്പെടുത്തിയും ബ്ലാക്ക്മെയിൽ ചെയ്തും സമ്മർദ്ദത്തിലാക്കിയും തങ്ങൾക്കെതിരെയുള്ള പ്രമേയത്തെ പരാജയപ്പെടുത്താനാണ് വാഷിംഗ്ടൺ ശ്രമിക്കുന്നത്. എന്നാൽ അമേരിക്കയുടെ ഇത്തരം ഗുണ്ടാ ശൈലികൾക്ക് മുന്നിൽ ക്യൂബയോ അവരെ പിന്തുണയ്ക്കുന്ന അന്താരാഷ്ട്ര സമൂഹമോ വഴങ്ങില്ലെന്ന് റോഡ്രിഗസ് തറപ്പിച്ചു പറഞ്ഞു. ക്യൂബയും അമേരിക്കയും തമ്മിലുള്ള ഈ ശത്രുതയ്ക്ക് ചരിത്രപരമായ വലിയ പശ്ചാത്തലമുണ്ട്. ഫിദൽ കാസ്ട്രോയുടെ നേതൃത്വത്തിൽ നടന്ന ക്യൂബൻ വിപ്ലവത്തിന് പിന്നാലെയാണ് അമേരിക്ക ക്യൂബയ്ക്ക് മേൽ ആദ്യമായി കടുത്ത ഉപരോധങ്ങൾ ഏർപ്പെടുത്തുന്നത്. ക്യൂബയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെ തുടർച്ചയായി വന്ന എല്ലാ അമേരിക്കൻ ഭരണകൂടങ്ങളും ഈ ഉപരോധങ്ങളെ കൂടുതൽ ശക്തമാക്കുകയാണ് ചെയ്തത്. ഇടക്കാലത്ത് ഒബാമ ഭരണകൂടത്തിന്റെ സമയത്ത് ക്യൂബയുമായുള്ള ബന്ധം അല്പം മെച്ചപ്പെട്ടിരുന്നുവെങ്കിലും ഡൊണാൾഡ് ട്രംപ് അധികാരത്തിൽ വന്നതോടെ ഉപരോധങ്ങൾ വീണ്ടും ഏറ്റവും കഠിനമായ നിലയിലേക്ക് എത്തിക്കുകയായിരുന്നു. ക്യൂബയുമായുള്ള വ്യാപാരങ്ങൾ പൂർണ്ണമായി തടയുകയും അവരെ ഭീകരവാദത്തെ പിന്തുണയ്ക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിൽ നിലനിർത്തുകയും ചെയ്യുന്ന നയമാണ് അമേരിക്ക സ്വീകരിക്കുന്നത്. തുടർച്ചയായി അധികാരത്തിൽ വന്ന എല്ലാ ക്യൂബൻ സർക്കാരുകളും അമേരിക്കയുടെ ഈ നടപടികൾക്കെതിരെ അന്താരാഷ്ട്ര വേദികളിൽ നിരന്തരം ശബ്ദമുയർത്തിയിട്ടുണ്ട്. ഈ ഉപരോധങ്ങൾ ക്യൂബൻ സമ്പദ് വ്യവസ്ഥയ്ക്ക് വരുത്തിവെച്ചിട്ടുള്ള നാശനഷ്ടങ്ങൾ കണക്കാക്കാവുന്നതിലും അപ്പുറമാണെന്നാണ് അവരുടെ വാദം. റഷ്യയുമായി ക്യൂബയ്ക്കുള്ള അടുത്ത സൈനിക രാഷ്ട്രീയ സഖ്യം അമേരിക്കയെ എപ്പോഴും ചൊടിപ്പിക്കുന്ന ഒന്നാണ്. അമേരിക്കയുടെ തൊട്ടടുത്തുള്ള കരീബിയൻ കടലിൽ റഷ്യൻ യുദ്ധക്കപ്പലുകളും അന്തർവാഹിനികളും എത്തുന്നതിന് ക്യൂബ സൗകര്യമൊരുക്കുന്നത് വാഷിംഗ്ടണിന് വലിയ സുരക്ഷാ ഭീഷണിയാണ് ഉയർത്തുന്നത്. അതുകൊണ്ട് തന്നെ ക്യൂബയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിച്ച് തോൽപ്പിക്കുക എന്ന തന്ത്രമാണ് അമേരിക്കൻ പ്രതിരോധ മന്ത്രാലയം എപ്പോഴും പയറ്റുന്നത്. ജൂലൈ 7-ന് നടക്കാനിരിക്കുന്ന UN പ്രത്യേക സമ്മേളനത്തിൽ ആഗോള ശക്തികളായ റഷ്യയുടെയും ചൈനയുടെയും പൂർണ്ണമായി പിന്തുണയുറപ്പാക്കാൻ ക്യൂബയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അമേരിക്കയുടെ ഏകപക്ഷീയമായ ഉപരോധങ്ങൾക്കെതിരെ UN-ൽ വരാനിരിക്കുന്ന വോട്ടെടുപ്പിൽ ഭൂരിഭാഗം ജനങ്ങളും ക്യൂബയ്ക്ക് അനുകൂലമായി വോട്ട് ചെയ്യുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ നയതന്ത്ര യുദ്ധം വരും ദിവസങ്ങളിൽ അമേരിക്കൻ ആഭ്യന്തര രാഷ്ട്രീയത്തിലും വലിയ ചലനങ്ങൾ ഉണ്ടാക്കും. ക്യൂബയ്ക്ക് മേലുള്ള ഉപരോധങ്ങൾ നീക്കണമെന്നാവശ്യപ്പെടുന്ന വലിയൊരു വിഭാഗം ലാറ്റിൻ അമേരിക്കൻ വംശജർ അമേരിക്കയിലുണ്ട്.
എന്നാൽ ഫ്ലോറിഡ പോലുള്ള സംസ്ഥാനങ്ങളിലെ വോട്ട് ബാങ്ക് ലക്ഷ്യമിട്ട് ക്യൂബയ്ക്കെതിരെ കടുത്ത നിലപാട് തുടരാനാണ് ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം താൽപര്യപ്പെടുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ വേദികളിൽ മുൻപും ക്യൂബയ്ക്ക് അനുകൂലമായ പ്രമേയങ്ങൾ വൻ ഭൂരിപക്ഷത്തോടെ പാസ്സായിട്ടുണ്ടെങ്കിലും UN രക്ഷാസമിതിയിലെ അംഗങ്ങളുടെ വീറ്റോ അധികാരം ഉപയോഗിച്ച് അമേരിക്ക അതിനെയെല്ലാം കാറ്റിൽ പറത്തുകയാണ് പതിവ്. എങ്കിലും ലോകരാഷ്ട്രങ്ങൾക്ക് മുൻപിൽ അമേരിക്കയുടെ ക്രൂരമായ മുഖം തുറന്നു കാട്ടാൻ ഈ സമ്മേളനത്തിലൂടെ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ക്യൂബൻ വിദേശകാര്യ മന്ത്രാലയം. പതിറ്റാണ്ടുകളായി തുടരുന്ന ഈ ഉപരോധ യുദ്ധം ലാറ്റിൻ അമേരിക്കൻ മേഖലയിലാകെ കടുത്ത രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് കാരണമാകുന്നുണ്ട്. വെനിസ്വേല, നിക്കരാഗ്വ തുടങ്ങിയ രാജ്യങ്ങളുമായി ചേർന്ന് അമേരിക്കൻ വിരുദ്ധ ചേരി ശക്തമാക്കാനാണ് ക്യൂബ ഇപ്പോൾ ശ്രമിക്കുന്നത്. ജൂലൈ 7 UN പൊതുസഭയിലെ ആ കടുത്ത ഏറ്റുമുട്ടൽ എങ്ങനെ അവസാനിക്കുമെന്നത് ലോകം ഉറ്റുനോക്കുകയാണ്. അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങാതെ ലോകരാഷ്ട്രങ്ങൾ ക്യൂബയ്ക്കൊപ്പം നിൽക്കുമോ അതോ വാഷിംഗ്ടണിന്റെ നയതന്ത്ര തന്ത്രങ്ങൾ വിജയിക്കുമോ എന്ന് വരും ദിവസങ്ങളിൽ വ്യക്തമാകും. ഏതായാലും ഈ പുതിയ നീക്കത്തോടെ അമേരിക്ക ക്യൂബ ബന്ധം കൂടുതൽ കലുഷിതമായി മാറിയിരിക്കുകയാണ് എന്ന കാര്യത്തിൽ തർക്കമില്ല.